നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജേട്ടനെ ജയിലിൽ നിന്ന് വിട്ടോ? വരും. ശിക്ഷ കഴിഞ്ഞു. ഈശ്വര, അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ വർത്തമാനം കേട്ടു. അപ്പൊ എന്നെ നിലവരയുടെ മുൻപിൽ ബോധം കെടുത്തിയിട്ട ശേഷം അവള് കേറിയത് കാർത്തിയേട്ടന്റെ മുറിയിലേക്കായിരുന്നല്ലേ? അതെ, അവൻ അറിഞ്ഞില്ല. പണ്ടേ ഉറങ്ങിക്കഴിഞ്ഞാല് ബോധം കെട്ട് ഉറങ്ങുന്നവനാ കാർത്തി. കൂടെ കയറി കിടന്നത് ഈ വൃത്തികെട്ടവളാണെന്ന് അവൻ അറിഞ്ഞോ? നാണോ മാനോ ഇല്ലാത്തവള്. അവള് ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരുക്കിയ ഒരു ഡ്രാമയായിരുന്നു അത്. ജേട്ടൻ ഈ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് അതൊരാശ്വാസമാവുമായിരുന്നു. ശരിയാ, അച്ഛനുള്ളത് ഒരു ധൈര്യ. അച്ഛന് ജാമ്യം കിട്ടില്ലേ അമ്മേ? ജാമ്യം കിട്ടാതെ എവിടെ പോവാനാ? നല്ല വക്കീലിനെ കാർത്തി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ജേട്ടൻ നിരപരാധിയാണെന്ന്. കോടതി എന്ത് പറഞ്ഞാലും ഈശ്വരൻ അത് കാണാതിരിക്കോ? എന്റെ മോനെ, കാർത്തിയ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അച്ഛൻ അല്പം മുമ്പ് പറഞ്ഞതാണല്ലോ. ഹലോ മോനെ. ഹലോ ദൈവമേ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മാറി. അച്ഛന് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഇല്ല, മുത്തശ്ശനും കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശിയെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങള് അങ്ങോട്ടേക്ക് വരിക. ഈശ്വര, വേഗം വാ. എന്നാ വയ്ക്കട്ടെ മോനെ. അല്ല ദൈവമേ. എന്താ മോനെ? വല്യമാവനും ഒപ്പമുണ്ട്. നീ എന്തായി പറയുന്നേ? വല്യമാവനും ഒപ്പമുണ്ടെന്ന്. എന്റെ ജേട്ടനോ? അതെ. ജേട്ടനെ ജയിലിൽ നിന്ന് വിട്ടോ? വരും. ശിക്ഷ കഴിഞ്ഞു. ഈശ്വര, അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ വർത്തമാനം കേട്ടു. എന്നാ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വാ മോനെ. എന്റെ മോനെ. മോളെ മീനാക്ഷി, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നിന്റെ അച്ഛൻ വരുന്നുണ്ടെന്ന്. എന്റെ ജേട്ടൻ. നേരോ? പിന്നെ എന്റെ മോൻ കാർത്തി ഇന്നോണ പറയോ? എന്റെ ജേട്ടന്റെ എല്ലാ കഷ്ടങ്ങളും തീർന്നു. ഇനി ജേട്ടന് ജയിലിലേക്ക് പോകണ്ട. എല്ലാ ശിക്ഷകളും അവസാനിച്ചു. എന്റെ ദൈവമേ, ഇനി വൈകില്ല. ഞാനും ജേട്ടനും കൂടെ ഒരു തീർത്ഥയാത്ര പോവും. കാശി, രാമേശ്വരം, മധുര, ദ്വാരക, കാഞ്ചീപുരം, ഉജ്ജയിൻ, ഹരിദ്വാർ. എല്ലാ പുണ്യ നദികളിലും മുങ്ങി നിവർന്ന് പാപമോചനവും ശാപമോക്ഷവും നേടണം. ഗംഗ, യമുന, നർമ്മദ, ഗോദാവരി, കാവേരി.
ചേട്ടനൊന്ന് വേഗം വന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.